ഒരു അപ്പൂപ്പനായതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റം എന്താ? ഒരു ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആണോ? ഈ അപ്പൂപ്പൻ എൻ്റെ ആ റോള് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ. എൻ്റെ അടുത്ത് ദാസേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ. ആ, നമുക്ക് മക്കളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അത്രയും സന്തോഷിക്കില്ല. ഉം. കാരണം നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് നമുക്ക് ഈ മക്കളുണ്ടാകുന്നത്. അതെ, അതെ. നമ്മളുടെ ഒരു ചെറുപ്പത്തിലാണ് കല്യാണം കഴിച്ചു കുട്ടികളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ജോലിയിലൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. ഉം. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മളൊരു അപ്പൂപ്പനാകുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് ഒരു ആ സ്ട്രഗിളിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതെ. ആ സമയത്താണ് നമുക്ക് ഈ പേരക്കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഓമനിക്കാനും അവരെ അവരുമായിട്ട് കൂടുതൽ സമയം പങ്കിടാനും ഒക്കെ ഞാൻ നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ പേരക്കുട്ടിയെ കാണാത്ത ദിവസങ്ങൾ ഒരിക്കലും ഉണ്ടാവാതെ നോക്കും ഞാൻ. ഇപ്പോൾ വീഡിയോ കോളിനൊക്കെ നമുക്ക് സൗകര്യമുള്ളതുകൊണ്ട് മോളെ ഒന്ന് കൊച്ചിനൊന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞിട്ട് അവൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിലെനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ മോൻ മരിച്ചുപോയ മോൻ അവൻ 37ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. അവൻ സ്പെഷ്യൽ കിഡായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിരുന്നു. അവനൊരു നോർമൽ കിഡായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കുറേയും കൂടെ നേരത്തെ ഒരു അപ്പൂപ്പനാവുമായിരുന്നു. ഇപ്പം എനിക്ക് 65 വയസ്സായി. 65 വയസ്സായപ്പോഴാണ് എനിക്ക് അപ്പൂപ്പനാവാനുള്ള യോഗം ഉണ്ടായുള്ളൂ. ആ സമയത്ത് ആ മരിച്ചുപോയ മോൻ അവൻ ഒരു നോർമൽ കുട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയോ വർഷം മുമ്പേ എനിക്ക് ഒരു പേരക്കുട്ടിയെ കാണാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ മോൻ മരിച്ച വിഷമങ്ങളിൽ ആ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ പോലും മോൻ മരിച്ച് ജൂൺ 27 മോൻ മരിക്കുന്നു, ജൂലൈ 10 മോള് ജനിക്കുന്നു. അപ്പോൾ അത്രേ ദിവസമേ ഉള്ളൂ. ഒരുപക്ഷെ എൻ്റെ മോൻ്റെ മരണത്തിൻ്റെ ദുഃഖം ഞാൻ കുറേയൊക്കെ മറക്കുന്നത് ഈ മോളെ കാണുമ്പോഴാണ്.